സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷന്റെ ഫലം ശനിയാഴ്ച വന്നു. എല്ലാവരും മനസ്സിലായി, UDFന് അപ്രതീക്ഷിത വിജയമായിരുന്നു. സർപ്രൈസ് എന്നാണ് ഒരു ദേശീയ മാധ്യമം ഇതിനെക്കുറിച്ച് വാർത്ത നൽകിയത്. LDFന് അപ്രതീക്ഷിതമായ തോൽവി എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും പക്ഷെ പ്രതീക്ഷിത തന്നെയായിരുന്നു. എന്തായാലും UDFനാണ് മേൽക്കൈ. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതുകൊണ്ട് BJP പിടിച്ചു നിൽക്കാൻ സാധിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനും പിന്നെ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാനും BJPക്ക് സാധിച്ചു. അങ്ങനെ BJP പിടിച്ചു. LDFനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും 2020 നോക്കുമ്പോഴത്തേക്കും വലിയ തിരിച്ചടിയാണ്. ഒരുപാട് കോർപ്പറേഷനുകൾ പോയി. നേരത്തെ 5-1 എങ്ങനെയായിരുന്നു? 5 കോർപ്പറേഷൻ ഇടതുപക്ഷവും 1 UDFുമായിരുന്നു. അതിപ്പോ നേരെ തിരിഞ്ഞ് ഒരു കോർപ്പറേഷൻ മാത്രമാണ് LDFനുള്ളത്. LDFന് മേൽക്കുള്ളത് കോഴിക്കോട് മാത്രമാണ്. കണ്ണൂരും പോയി, തൃശ്ശൂരും പോയി, എറണാകുളവും പോയി, കൊല്ലവും പോയി, തിരുവനന്തപുരം BJPക്ക് പോയി. അങ്ങനത്തെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ വോട്ടിന്റെ കണക്കുകളെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ വന്നിട്ടുണ്ട്. ആ ധാരണ പ്രകാരം ഈ 2025 തദ്ദേശ ഇലക്ഷനിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ച് അതിനെ വ്യക്തമായിട്ട് നിയമസഭയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും 80 സീറ്റുകളിലാണ് UDFന് മേൽക്കൈ ഉള്ളത്. 140 മണ്ഡലങ്ങളിലെ 80 സീറ്റുകളിലാണ് UDFന് മേൽക്കൈ ഉള്ളത്. 80 സീറ്റുകളിൽ അവർ 1ാം സ്ഥാനത്ത് എത്തിക്കുന്നു. ആ കണക്ക് കൃത്യമായിട്ട് ഇന്നത്തെ ദിവസത്തെ മലയാള മനോരമയ്ക്കകത്ത് വന്നിട്ടുണ്ട്. മണ്ഡലാടിസ്ഥാനത്തിൽ മറ്റൊരു വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് തന്നെ പറയാം. 80 മണ്ഡലങ്ങളിലാണ് UDFന് മേൽക്കൈ ഉള്ളത്. 58 ഇടത്ത് LDF ആണ്. 2 ഇടത്ത് മാത്രമാണ് BJPക്ക് മേൽക്കൈ വന്നിട്ടുള്ളത്. 2 മണ്ഡലങ്ങൾ മാത്രം. ആ 2 മണ്ഡലം തിരുവനന്തപുരം ജില്ലയിലാണ്, നേമവും വട്ടിയൂർക്കാവും. ബാക്കി എല്ലായിടത്തും UDF LDF ആണ്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ്, 1.5 വർഷം മുമ്പ് 2024 ലോക്സഭ ഇലക്ഷൻ സമയത്ത് UDFന് വമ്പൻ വിജയമായിരുന്നു. ആ സമയത്ത് 140 മണ്ഡലങ്ങളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ 110 മണ്ഡലങ്ങളിലും UDF ആയിരുന്നു 1ാം സ്ഥാനത്ത് വന്നത്. BJP 11 മണ്ഡലങ്ങളിലും LDF 19 മണ്ഡലങ്ങളിലും മാത്രമായിരുന്നു. 110, 19, 11 എന്നിങ്ങനെയായിരുന്നു 140 മണ്ഡലങ്ങളുടെ പട്ടിക. പക്ഷെ 1.5 വർഷം കഴിഞ്ഞ് തദ്ദേശ ഇലക്ഷനിലേക്ക് വന്നപ്പോഴത്തേക്കും LDF നില മെച്ചപ്പെടുത്തിയിരിക്കുകയാണ്. LDFന് തദ്ദേശ ഇടങ്ങളിലുള്ള വ്യക്തമായ സ്വാധീനമുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും സുപ്രധാനമായ ചിത്രം കൂടിയാണത്. അത് പ്രകാരം 80, 58, 2 എന്നിങ്ങനെ മാറിയിരിക്കുകയാണ്. 110, 19, 11 എന്ന കണക്ക് 80, 58, 2 എന്നിങ്ങനെ മാറിയിരിക്കുകയാണ്. BJPക്ക് കനത്ത തിരിച്ചടിയാണെന്ന് എടുത്തു തന്നെ പറയാം. 2024 ഇലക്ഷനകത്ത് തൃശ്ശൂർ മണ്ഡലത്തിന്റെ ഭാഗമായിട്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചിരുന്നു. അവിടെ പല മണ്ഡലങ്ങളിലും വ്യക്തമായ ഒരു സ്വാധീനം BJPക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരുന്നു. ഇരിങ്ങാലക്കുട പോലെ മണ്ഡലങ്ങളിലെല്ലാം അവർ 1ാം സ്ഥാനത്ത് വരികയും ചെയ്തു. പക്ഷേ ഇത്തവണ തൃശ്ശൂരിലെ ഒരൊറ്റ മണ്ഡലത്തിൽ പോലും BJP 1ാം സ്ഥാനത്ത് എത്തിയില്ല. തൃശ്ശൂർ നിയമസഭ മണ്ഡലത്തിൽ കോൺഗ്രസ് 1ാം സ്ഥാനത്ത് വരികയും ബാക്കിയുള്ള എല്ലായിടത്തും ഇടതുപക്ഷമാണ് 1ാം സ്ഥാനത്ത് വന്നത്. 2024 ഇലക്ഷന് ശേഷം തൃശ്ശൂരിലെ പാർട്ടി ചത്തു പണിയെടുത്തു എന്ന് തന്നെ പറയാം. അതിന്റെ ഭാഗമായിട്ടുള്ള നേട്ടം അവർക്ക് നഗരത്തിന് പുറത്തുണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. വ്യക്തമായ സ്വാധീനം ഉണ്ടാക്കിയെടുത്ത ഒരു ജില്ല തൃശ്ശൂർ തന്നെയായിരുന്നു. തൃശ്ശൂരിൽ ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനം ഉറപ്പിക്കാൻ വീണ്ടും സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു പ്രകടനമാണ് അവർ നടത്തിയത്. ബാക്കി എല്ലായിടത്തും UDF തന്നെയാണ് വന്നത്. പക്ഷെ 80, 58, 2 എന്ന കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും 2010 പോകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുൻപേ 2025 UDFന് മേൽക്കൈ കിട്ടുന്നതിന് മുൻപേ UDFന് ഒരു തദ്ദേശ ഇലക്ഷനിൽ മേൽക്കൈ കിട്ടുന്നത് 2010, 15, 20 LDFന്റെ അപ്രമാദിത്യമായിരുന്നു. 2010 കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും 90 മണ്ഡലങ്ങളിലാണ് ആ സമയത്ത് UDF 1ാം സ്ഥാനത്ത് വന്നത്. 50 ഇടങ്ങളിൽ LDF ആയിരുന്നു 1ാം സ്ഥാനത്ത്. 90-50 എന്ന കണക്കായിരുന്നു. ആ കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും 2010 ആ തദ്ദേശ ഇലക്ഷന് 90-50, 90-50 എന്ന കണക്ക് 2011 നിയമസഭാ ഇലക്ഷനിലേക്ക് വന്നപ്പോഴത്തേക്കും 72-68 മാറി, 72-68 മാറി. ആ സമയത്ത് UDFന് അപ്രമാദിത്യമായിരുന്നു എന്ന് പറയാം. 2010 തദ്ദേശ ഇലക്ഷൻ സമയത്ത് അപ്രമാദിത്യമായിരുന്നു എടുത്തു തന്നെ പറയാം. അങ്ങനത്തെ ഒരു മികച്ച പ്രകടനമാണ് അവർ നടത്തിയത്. ആ മികച്ച പ്രകടനം അവർ 2025 നടത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ജില്ലാ പഞ്ചായത്തുകളടക്കം വ്യക്തമായ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ ആ സമയത്ത് UDFന് സാധിച്ചു. ഇത്തവണ ജില്ലാ പഞ്ചായത്തിൽ 7 എന്ന കണക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കാര്യം വ്യക്തമാണ്. 2010, 2011 കണക്ക് പരിശോധിച്ച് 2025, 2026 വരുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഇനിയും സാധ്യത LDFനുണ്ട്. UDF ഇത് പറഞ്ഞ് ഈ ജയം കൊണ്ട് തങ്ങൾ ഇനി ജയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അല്പം റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ 2011 അവസ്ഥ ചിലപ്പോൾ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. 2011 CPM-നകത്ത് VS പിണറായി യുദ്ധം ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ അവസ്ഥയല്ല. 2026 വരുമ്പോഴത്തേക്കും ജയിച്ചേ തീരുന്ന രീതിയിലാണ് CPM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2011 സമയത്തുള്ള ആ റെസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലേസിനെസ് വീണ്ടും കാണിച്ചു കഴിഞ്ഞാൽ
കോൺഗ്രസിന് പണി കിട്ടും. കാര്യം അത്രയും സീറ്റില്ല. കാരണം ഈ കാര്യം പറയാൻ കാരണം വെച്ചാൽ 2020 ഇലക്ഷൻ സമയത്ത് 101 സീറ്റിന്റെ ഭൂരിപക്ഷം LDF ഉണ്ടായിരുന്നു. 2020 തദ്ദേശ ഇലക്ഷൻ സമയത്ത് 101 സീറ്റിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 2021 ഇലക്ഷൻ ആയപ്പോഴേ 99 ആയിട്ട് അതിനനുസരിച്ച് ആ ലെവലിൽ നിർത്താൻ സാധിച്ചു. ലെവലിൽ നിർത്താൻ സാധിക്കാതെ പോയത് 2010-11 UDF മാത്രമാണ്. അല്ലാതെ എല്ലാ സമയത്തും തദ്ദേശ ഇലക്ഷന്റെ അതേ കോപ്പി തന്നെയാണ് പലപ്പോഴും നിയമസഭ ഇലക്ഷന് വരാനുള്ളത്. ഒരേ ഒരു സമയത്ത് മാത്രമാണ് ആ കോപ്പി വരാതിരുന്നത് 2010-11. അതിനു മുമ്പുള്ള 91-92 മാത്രമാണ്. അപ്പോൾ വ്യക്തമായ ഒരു കാര്യമാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം കൂടിയാണ്, ഇത് UDF അത്ര സുഖവുമല്ല. അവർക്കൊരു മേൽക്കൈ ഉണ്ട്. ആ മേൽക്കൈ നിലനിർത്തണമെങ്കിൽ ഇതുപോലത്തെ വർക്ക് വീണ്ടും നടത്തിയേ പറ്റൂ. ഇടതുപക്ഷത്തിന് ഒരു ഓവർ കോൺഫിഡൻസിന്റെയും അമിത ആത്മവിശ്വാസത്തിന്റെയും പിന്നെ കുറച്ച് ലേസിനെസിന്റെയും ഭാഗമായിട്ട് കിട്ടിയ പണിയാണെന്ന് എടുത്തുകൊണ്ട് പറയേണ്ടിയിരിക്കുന്നു. വോട്ടർ പട്ടികയ്ക്കകത്ത് പേര് ചേർക്കാൻ കോൺഗ്രസ് നടത്തിയ ശ്രമം, അതിന്റെ ഭാഗമായിട്ട് അവർ നടത്തിയ വർക്ക്, അതിന്റെ ഒരു വിജയം കൂടിയാണിത്. അതിനകത്തോട്ട് വോട്ടർ പട്ടികയ്ക്കകത്ത് പേര് ചേർക്കുന്നതിനകത്തോട്ട് കാര്യമായ രീതിയിൽ ഇടപെടാൻ CPM ശ്രമിച്ചില്ലെന്ന ആരോപണം ഇപ്പോൾ തന്നെ പാർട്ടിക്കകത്തുണ്ട്. എന്തൊക്കെയായാലും ഈ കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും 2020 വോട്ടിംഗ് പാറ്റേൺ, 2021 വോട്ടിംഗ് പാറ്റേൺ, 2025 വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോഴത്തേക്കും 2025 ഈ തദ്ദേശ ഇലക്ഷന്റെ വോട്ട് നിയമസഭയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 80 സീറ്റുകളാണ് UDF ഒന്നാം സ്ഥാനത്തുള്ള 80, 58, 2. ഇതിനു മുമ്പ് UDF മേൽക്കേ വന്ന 2010 ആ സമയത്ത് 90 സീറ്റാണ്, 90 സീറ്റ്സിലാണ് അവർ ഒന്നാം സ്ഥാനത്ത് വന്നത്. പക്ഷേ 6 മാസം കഴിഞ്ഞ് നടന്ന നിയമസഭ ഇലക്ഷൻ എത്തിയ സമയത്ത് ആ 90 എന്നുള്ളത് 72 ആയിട്ട് ചുരുങ്ങുകയാണ് ചെയ്തത് എന്ന കാര്യം എടുത്ത് പറയാം. എന്തൊക്കെയാലും വോട്ടിന്റെ പട്ടിക വെച്ച് 3 തരംതിരിച്ചുകൊണ്ട് തന്നെ ഒരു വീഡിയോ ഈനാട് മലയാളം ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 80, 58, 2 എന്നിങ്ങനെയാണ് കണക്ക്. ഇതിനൊപ്പം ചേർത്ത് പറയേണ്ട സുപ്രധാനമായ കാര്യം BJPയുടേതാണ്. കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ സമയത്ത് 11ഓളം സീറ്റുകളിൽ ഒന്നാം സ്ഥാനത്ത് വന്ന BJPക്ക് ഇത്തവണ 2 സീറ്റ് മാത്രമാണ് ഒന്നാം സ്ഥാനത്ത് വരാൻ സാധിച്ചെന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. ആ 2 സീറ്റും തിരുവനന്തപുരത്താണെന്ന കാര്യം കൂടി ചേർത്ത് പറയണം. തൃശ്ശൂരിൽ ഒരുപാട് പുറകോട്ട് പോവുകയായിരുന്നു. സുരേഷ് ഗോപിയുടെ 1.5 വർഷത്തെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു വ്യക്തമാക്കുന്നതാണ് തൃശ്ശൂരിലെ BJPയുടെ പ്രകടനം.